മട്ടത്തൊരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് ഫുൾ ചിരിച്ചുകൊണ്ട് അന്നാറോസ് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. സമയം നോക്കുമ്പോൾ 10:45. പകലിൻ്റെ ചൂടും മടുപ്പും എനിക്കേ ഉള്ളൂ. പാവം കൊച്ചിനിത് വല്ലതും അറിയാവോ? കൈ കിട്ടുന്ന എല്ലാ കളറും കൊണ്ട് അന്ന് രാവിലെ കിട്ടി കളർ ബുക്ക് ഏകദേശം ഫുള്ളാക്കിക്കൊണ്ടിരിക്കുക. ഒന്നും നോക്കിയില്ല. പുതിയ ഞാനാണല്ലോ. തോളെ തട്ടി അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അന്നേരം അന്നാറോസ്, അച്ചാച്ചാ ടാറ്റ, പോകരുതേ, ഞാൻ വരച്ചത് മുഴുവനൊന്ന് കണ്ടിട്ട് പോക്കോ. പഴയ ഞാനാണെങ്കിൽ ആ പുസ്തകം വലിച്ചു മേടിച്ച് 2 ഒച്ചയും വെച്ച് ലൈറ്റും ഓഫാക്കി ആ കൊച്ചിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേടിയുള്ള രാത്രിയാക്കി മാറ്റിയാന്. ഇത് ഞാൻ അവിടെ ഇരുന്ന് അവളാ താളം മുറിക്കുന്നത് മുഴുവൻ കണ്ടു. അവളെ നല്ലപോലെ കേട്ടു. സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ആവോളം സംസാരിക്കാൻ തുടങ്ങി. കുത്തി വരച്ചത് ചിത്രങ്ങളാക്കി എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ ബ്യൂട്ടിഫുള്ളാണ്. പുതിയൊരു മനുഷ്യനായി അന്നാറോസിൻ്റെ പിതാവായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുമ്പം എനിക്കറിയത്തില്ല, എപ്പോഴും ഒരു സെക്കൻഡ് തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ സെക്കൻഡ് തോട്ട് എപ്പോഴും അന്നാറോസിന് ബെനിഫിറ്റ് ആകുന്നതായിരിക്കും. അതുകൊണ്ടെന്താ, അവളുടെ കുഞ്ഞു ലോകത്ത് ഷീ ഈസ് വെരി ക്രിയേറ്റീവ്. പടം വരെ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങി. ലക്ഷ്യം അന്നാറോസിനെ മുഴുവനായി നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉറക്കം വരെ ഗുഡ് ബൈ പറഞ്ഞു പോയി. അന്ന് ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് കിടന്നുറങ്ങിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-12 പടം വരെ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞു ബുക്കിലെ പല പഴങ്ങളെക്കുറിച്ചും കഥകൾ ഉണ്ടാക്കി പിന്നെയും കുറേ നേരം. കൂടുതൽ പരിഗണിക്കണം തീർത്തും ബലഹീനരായ കുഞ്ഞുമക്കളെ. കാരണം അവരുടെ ലോകം ബ്യൂട്ടിഫുൾ ആകുന്നത് നമ്മളിലൂടെ മാത്രമാണ്. കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അന്നാറോസ്, അച്ചാച്ചൻ എവിടുന്നായി കഥകളെല്ലാം പഠിച്ചത്? അപ്പം ഞാൻ ചെറുപ്പം മുതൽ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും, കുറേ കഥകളിങ്ങനെ മനസ്സിലേക്ക് തരണേന്ന്. അപ്പോൾ കിടന്നു കഴിയുമ്പം ഒന്നിനു പുറകെ ഒന്നായി കഥകൾ കിട്ടും. അപ്പോൾ അന്നാറോസ്, എന്നാൽ ഇന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കും കേട്ടോ. കാര്യങ്ങളെ കുറച്ചൊന്ന് മാറി നിന്ന് കാണുമ്പം വിചാരിച്ചതിലും എത്രയോ ബ്യൂട്ടിഫുള്ളാണ് ജീവിതം. ഒത്തിരി സ്നേഹത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ.